സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇതോടെ ഹോട്ടൽ ഉടമകളും സഹജീവനക്കാരും ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരും ഒക്കെ ഹിന്ദി സംസാരിച്ചു തുടങ്ങി. ഇഷ്ടവിഭവം കിട്ടണമെങ്കിൽ കുറച്ചെങ്കിലും ഹിന്ദി അറിഞ്ഞിരിക്കണം എന്നാണ് സ്ഥിതി. കോഴിക്കോട് പുതിയ പാലത്ത് നിന്നുള്ള റിപ്പോർട്ട് നമുക്കത് കണ്ടാലും. बच्चा ग्लास पानी दे दो, उसको बहुत थोड़ा जल्दी दे दो उसको, और थोड़ा सालन दे दो ചേട്ടാ. ഓ പുള്ളിക്ക് ഹിന്ദിയിലാണ് സംസാരം. ഹിന്ദിയിലും സംസാരിക്കും, മലയാളത്തിലും സംസാരിക്കുന്നുണ്ട്. ഉള്ള ഹിന്ദിക്കാരല്ല ഇവിടെ, അതിനെക്കൊണ്ട് ഉള്ള ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ മലയാളത്തിൽ സംസാരിക്കും, ചിലപ്പോൾ അവർക്ക് മലയാളം അറിയാമോ, കുറച്ച് അവർക്കും അറിയാമോ. നമുക്ക് ഹിന്ദി അറിയാൻ പറ്റുന്ന കുറച്ച് അവർക്കും മലയാളം അറിയും. ഞാൻ ഗൾഫിൽ ജീവിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഹിന്ദിക്കാർ തന്നെ ഉള്ളൂ. അവർക്ക് മലയാളം അറിയാം, ഹിന്ദി അറിയാം, നമുക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. ഒരാൾ പറയുന്ന ഭാഷ അതായതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു. उधर सब ठीक है ना? टेबल में पूरा गंदा हो गया, जल्दी साफ करो. भाई तुम और पीछे वाले का ऑर्डर लिया है 2 बंदे का. ഇവരെ കൂടെ നിന്നിട്ട് ഇപ്പം ഹിന്ദി നല്ല ഫ്ലോ അല്ല. ഇവിടെ പൊതുവെയുള്ള സ്റ്റാഫ് ഹിന്ദിയാണ്, അവർക്ക് കംഫർട്ടബിളും ഹിന്ദിയിലാണ്. അവർക്ക് മലയാളം പറയും, മനസ്സിലാവും ചെയ്യും. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഇവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ വേണ്ടി ഹിന്ദി പറയുമ്പോൾ അവരും കംഫർട്ടബിൾ ആവുക. നമ്മളിപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കി ചെയ്യാൻ അവർക്ക് കുറച്ച് ടൈം എടുക്കും. ഞങ്ങൾ എനിക്ക് ഹിന്ദി ഫ്ലുവൻ്റാണ്. അപ്പം ഞങ്ങൾ ഹിന്ദി പറയുമ്പോൾ അവരെന്ന് വെച്ചാൽ വേഗം ചെയ്ത് അവരെ പണി വേഗം അവർ നോക്കിക്കോളും. നമുക്കായാലും വേറെ ആൾ മലയാളത്തിൽ പറയുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവുക. അതേപോലെ തന്നെ അവർക്കും എന്നുവെച്ചാൽ ഒരു ഡെയിലി വർക്കിംഗ് ആയ ആൾക്കാരാണ് ഒരു 90% കസ്റ്റമേഴ്സ്. അപ്പം അവരെന്ന് വെച്ചാൽ മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഹിന്ദിക്കാരുണ്ടാവും, ഇപ്പം ഏത് ഗാങ്ങിലായാലും 1-2 ഹിന്ദിക്കാരുണ്ടാവില്ല ഏത് പണിക്ക് പോകുമ്പോൾ. അങ്ങനെയാണ്. സബ്സി ഖത്തം ഹോ ഗയാ, റെഡി ഹൈ, കിतना टाइम लगेगा? करीम भाई इसका ऑर्डर लिया, पार्सल दे दो ना. ना नहीं, थोड़ा थोड़ा കുറച്ചൊക്കെ അറിയാം. സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ അതാ ഇവരുടെ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അതെ, ജീവിച്ച് പഠിച്ചതാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുമല്ലോ. അവരുടെ കൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. ഒരു സ്ഥലത്ത് പോയാൽ പിടിച്ചു നിൽക്കാനുള്ള തട്ടിപ്പ് ഹിന്ദിക്ക് നല്ലപോലെ അറിയാം. ഇപ്പോൾ സാധാരണ പണിക്ക് നമ്മളെ ആൾക്കാരെക്കാൾ കൂടുതൽ ഹിന്ദിക്കാരാണുള്ളത്. അപ്പോൾ അവർ വരുമ്പോൾ അവർക്കിപ്പോൾ എന്താ വേണ്ടതെന്നുള്ള ചോദിച്ച് മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നതിൽ പകരം അപ്പോൾ ക്യാ ചെയ്യേ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേഗം ഉത്തരം പറയും. അപ്പോൾ അത് രണ്ടും തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് എവിടെയെന്നെങ്കിലും മലയാളം കേട്ട് കഴിഞ്ഞാൽ മലയാളി എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് പോലെ തന്നെ അവർക്ക് അവരുടെ ലാംഗ്വേജിൽ കുറെ കൂടെ കംഫർട്ടബിൾ ആണ്. അച്ഛാ സബ് ടീക്ക് ടാക്ക് ഹേ. ഒരു കോയമുട്ട കൊടുക്കാനാടാ. ഹിന്ദിയാണോ മലയാളമാണോ? ഞാനോ? ഞാൻ ഇന്ത്യനാണ്. മലയാളം അത്യാവശ്യം പറയുന്നുണ്ട്. मेरी थोड़ा मलयालम सीख गया. ऐसे ही अभी थोड़ा सबके साथ में बात करने के समझते हैं. और इधर में बैठेगा केरला में और अच्छे से सीखेगा. मलयालम भी सीख गया, हिंदी भी परफेक्ट है, मलयालम भी थोड़ा बहुत ही अच्छा है. अभी कर रहे हैं, बात कर रहे हैं. वही ഞാൻ കുറേ കാലമായി ഇവിടെ കേരള കോഴിക്കോട് കുറേ കാലമായി. 19-20 കൊല്ലായി ഇവിടെ. ഓ ഹിന്ദി കുറേ ആളങ്ങനെ പഠിപ്പിച്ച് നമ്മൾ കൊടുത്തു. നമ്മൾ മലയാളമാർക്ക് ഹിന്ദി അറിയില്ല, ഹിന്ദി പഠിപ്പിച്ച് കൊടുത്തു. ഒരു ചായ കുടിച്ചിട്ട് അവസാനിപ്പിക്കാം അല്ലേ? ചായ ചായ ചീനി മധുരം വേണ്ട, വിത്തൗട്ട്. ക്യാമറമാൻ വേണുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.